സാർ ഇന്നലെ ഒരു ചാനൽ മുതലാളി പറയുന്നത് കേട്ടു, BJP-യുടെ കുറെ നേതാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്തവണ ഞങ്ങൾ ഇതൊന്നും കാരണം ആത്മവിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഇത്തവണ സീറ്റൊന്നും അല്ലെങ്കിൽ ജയം ഞങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ഒരു മുതലാളിയോട് BJP-യിലെ പല നേതാക്കളും പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ BJP നേതാക്കൾ പരസ്യമായി ജനങ്ങളോട് പറയണ്ടേ, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട, ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾ ജയിക്കുമെന്നുള്ളത്, പിന്നെ നിങ്ങളുടെ വോട്ട് നഷ്ടമാക്കണ്ട എന്ന് പറയണ്ടേ? കാരണം ഒരു ചാനലിലിരുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ചർച്ചയിൽ ഇത്തരത്തിൽ പറയുമ്പോൾ BJP-ക്കാർ തന്നെ പറയുന്നു നമുക്ക് പിന്നെ എന്തിനാണ് നമ്മൾ അവർക്ക് വോട്ട് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം സാധാരണക്കാരന്റെ മനസ്സിൽ വരില്ലേ? മാത്രമല്ല അതേ ചർച്ചയിൽ അതിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന അവതാരകൻ പറയുന്നത്, രാജീവ് ചന്ദ്രശേഖറിന്റെ ഫ്ലക്സ്, അദ്ദേഹത്തിന്റെ ഫോട്ടോ മാത്രം, മറ്റാരുമില്ലാത്തൊരു ഫ്ലക്സ് ഉയർന്നു വരുന്നു, അത് പിന്നീട് BJP-യിലെ ഒരു മുതിർന്ന നേതാവ് വന്നിട്ട് അത് മാറ്റിക്കുന്നു. നമ്മള് ബസ്സിൽ പോയാൽ, സിനിമാ തിയേറ്ററിൽ പോയാൽ, റോഡിൽ ഇറങ്ങിയാലൊക്കെ പിണറായി വിജയന്റെ ഫ്ലക്സ് മാത്രമേ കാണാനുള്ളൂ. എന്താണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഫ്ലക്സ് കാണുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വല്ലാതെ ഭയക്കുന്നത്? അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യം മനസ്സിലായി. ഇനി കേരളത്തിലൂടെ ഉള്ളല്ലോ ഇത് പകരാൻ, ഈ പകർച്ചവ്യാധി എന്നൊക്കെ ഇവർ പറയുന്ന BJP അത് പകർന്നാൽ ഈ സാധനമൊക്കെ അങ്ങ് തീർന്നു പോലും. അപ്പോൾ ആൻഡ്രൂ അഗസ്റ്റിൻ പറഞ്ഞാൽ പിന്നെ അത് എല്ലാവരും വിശ്വസിക്കും കേട്ടോ. കാരണം വളരെ സത്യസന്ധനായിട്ടുള്ള, അല്ലെങ്കിൽ ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വലിയ ആളല്ലേ. പിന്നെ മാധ്യമം മേടിച്ച് ചാനൽ മേടിച്ച് മാധ്യമം സംസാരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളായിട്ട് നമുക്ക് കാണേണ്ടി വരും. കാരണം പുള്ളിയുടെ കാര്യങ്ങൾ പുറകോട്ട് പരിശോധിച്ചാൽ, ഇപ്പൊ കോടതി തന്നെ പലവട്ടം പറഞ്ഞല്ലോ, കോടതി അദ്ദേഹത്തിന്റെ കേസിന്റെ കാര്യം പറഞ്ഞത് കേട്ടല്ലോ, കേസിനകത്ത് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങളുണ്ട്, തെളിവുകളുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നെ അദ്ദേഹം കൊടുക്കുന്ന വാർത്തകളെ പറ്റി ഒന്ന് രണ്ടിട്ട് പരിശോധിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ഒന്ന്, രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ ഭൂമി കുംഭകോണവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയ്ക്കകത്ത് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞ് മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്, ഏറ്റവും വലിയൊരു വ്യവസായി സാബു എം ജേക്കബ്, അയാളെ പറ്റി അയാൾ മാന്യമായിട്ട് വ്യവസായം പാരമ്പര്യമായിട്ട് നടത്തി, അല്ലെങ്കിൽ ആ തരത്തിൽ വ്യവസായം എങ്ങനെ നടത്തണമെന്ന് ഒരുപക്ഷെ കേരളത്തിൽ ഒരു വ്യവസായി, നമ്മൾ എത്ര കുറ്റം പറയുമ്പോഴും സമൂഹത്തിന് മാതൃകയായിട്ടില്ല. കാരണം വിജയിക്കും വ്യവസായം വൃത്തിയായിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്താൽ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നടത്തിയെടുത്താണ്. അയാൾ BJP-ക്കകത്ത് ചേർന്നത് അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾക്കാണ്, ED-യെ പേടിച്ചാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കൊണ്ട് 250 കോടി രൂപയ്ക്ക് കേസ് കൊടുത്തു. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അയാളെ പറ്റി വല്ലതും പറയണമെങ്കിൽ കോടതി വന്ന് ചോദിക്കണമെന്ന്. അതാ ഈ ചാനലിന്റെ ഗുണം. അതായത് നമ്മൾ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അത് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുനിന്ന് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്, നമ്മളുടെ വാർത്താ മാധ്യമങ്ങൾ, അത് അന്ന് ഒരുപക്ഷെ ദൂരദർശൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആകാശവാണി ഉണ്ടായിരുന്നു, ഇതൊക്കെ സ്വകാര്യ മേഖലയിൽ പോയാൽ ഉള്ള ഒരു കുഴപ്പം. സ്വകാര്യ മേഖലയിലേക്ക് ഈ പറയുന്ന അംബാനിയും മറ്റൊരു മറിച്ചവരും ഒക്കെ ഈ പറയുന്ന ചാനലുകളും ഒക്കെ അവരുടെ കുത്തകയാക്കി വെക്കുന്നു, അല്ലെങ്കിൽ അവർ വാർത്തകൾ അവർക്ക് വേണ്ടപ്പെട്ട പോലെ നയിക്കുന്നു, യഥാർത്ഥ വാർത്തകൾ മറച്ചു വയ്ക്കുന്നു, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സമരങ്ങളും, അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ചാനൽ അനുവദിക്കുന്ന രീതി കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ മാറ്റണമെന്നൊക്കെ പറഞ്ഞു ഒക്കെ വന്നായിരുന്നല്ലോ. അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിനകത്ത് എത്ര പറയുമ്പോഴും ഒരു കാര്യം വാസ്തവമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. സ്വകാര്യ മേഖലയിൽ ചാനലുകൾ അനുവദിച്ചാൽ എങ്ങനെയും പണമുണ്ടാക്കിയവൻ ഒരു ചാനൽ കരസ്ഥമാക്കിയാൽ പിന്നെ അവന്റെ അജണ്ട, അവന്റെ എഡിറ്റോറിയൽ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആ ചാനൽ ഉപയോഗിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ സത്യമല്ലേ? ആൻഡ്രൂ അഗസ്റ്റിൻ എന്തിനാ സാധനം മേടിച്ചേ? ആൻഡ്രൂ അഗസ്റ്റിൻ ചാനൽ മേടിച്ചത് എന്തിനാ? ആൻഡ്രൂ അഗസ്റ്റിൻ ചാനൽ മേടിച്ച് നമ്മളിപ്പോൾ മനസ്സിലാക്കുമ്പോൾ ഈ ചാനലിനകത്ത് അയാൾക്ക് എന്തൊക്കെയോ ഒളിപ്പിക്കാൻ, ഒരുപക്ഷെ പണത്തിന്റെ കാര്യത്തിനകത്ത്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇത്ര ചെലവുണ്ടെന്ന് എഴുതി കാണിച്ച് അദ്ദേഹത്തിന്റെ കയ്യിരിക്കുന്ന കൂടുതൽ പണം, രേഖയില്ലാത്ത പണം, അല്ലെങ്കിൽ ഗവൺമെന്റിന് പുറത്ത് കാണിക്കാത്ത പണം ഒക്കെ ഒരു പരിധിവരെ മാറ്റുന്നതിന് അല്ലെ വെളുപ്പിക്കുന്നതിന്, പിന്നെ മാത്രവുമല്ല സമൂഹത്തിൽ അദ്ദേഹത്തെ സ്വയം വെള്ളപൂശുന്നതിന് വേണ്ടി ഇത് ഉപയോഗിച്ചുകൂടെ? മാത്രമല്ല പുള്ളിയുടെ കാര്യസാധ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ പ്രകീർത്തിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഉപയോഗിച്ചുകൂടെ? അപ്പം ആൻഡ്രൂ അഗസ്റ്റിൻ ചെയ്യുന്ന പണി എന്താണെന്നുള്ള കാര്യത്തെപ്പറ്റി വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. അത് പരസ്യമാകാതിരിക്കണമെങ്കിൽ രഹസ്യമായിട്ട് ആൾക്കാർക്ക് ഞാൻ ഇന്നാളുടെ PR വർക്ക് എടുത്തിട്ടുണ്ട്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് പരസ്യമായിട്ട് ആരും അറിയാതെ രഹസ്യമായിട്ട് ഒതുക്കത്തിൽ ചെയ്യാൻ പോലും അറിയാത്ത ഒരവസ്ഥയാണോ ആൻഡ്രൂ അഗസ്റ്റിനും ഈ പറയുന്ന മൊട്ടയറിനൂടെ ചെയ്യുന്നത്? BJP എന്ന് ആരാ ആൻഡ്രൂ അഗസ്റ്റിൻ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കും? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുറച്ച് വ്യക്തപ്പെടുത്തി പറയാം. നിങ്ങളുടെ അടുത്ത് BJP-യുടെ നേതാക്കന്മാർ അഥവാ BJP-ക്ക് സാധ്യതയില്ലെന്ന് കണ്ടാൽ വന്ന് പറയൂ.
അഥവാ പറഞ്ഞ് നിങ്ങളോട് പേഴ്സണലി ബന്ധമുണ്ട്, ആരോടും പറയരുതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ ചാനലിൽ കൂടെ വിളിച്ചു പറയുമോ? അതാണോ നിങ്ങളുടെ ഒരു ഈ പറയുന്ന ഐഡന്റിറ്റി? അപ്പൊ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആർക്കാണ്ടോ വേണ്ടി പറയുന്നു. BJP കേരളത്തിൽ ഇപ്പൊ ഉണ്ടാക്കുന്ന സ്പേസ് ആർക്കാണ് ഇല്ലാതാകുന്നത്? അവർക്ക് വേണ്ടിയല്ലേ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഇവിടെ വേറെ കാര്യം നിങ്ങൾ പറഞ്ഞ ആരാ വിശ്വസിക്കുന്നത്? നിങ്ങൾ വലിയ വലിപ്പത്തിൽ ഇവിടെ ഒരു സ്റ്റേഡിയം എടുത്ത് 7 കോടി രൂപയൊക്കെ ചെലവാക്കി മെസ്സി വരുമെന്ന് പറഞ്ഞില്ല. 70 പുള്ളിക്ക് ഇതൊന്നും പ്രശ്നമല്ല, പുള്ളിക്ക് ഇതെങ്ങാണ്ട് ഒന്ന് ഉലുത്തിയെടുക്കുന്ന പോലെ പൈസ, നമുക്കറിയത്തില്ല എന്തോ ബിസിനസ്, മനസ്സിലായില്ലേ? അതിനെപ്പറ്റിയൊക്കെ ഇപ്പം പലതും. അപ്പൊ മെസ്സി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തെല്ലാം ബഹളമായിരുന്നു. മെസ്സിയെ പുള്ളി ഇവിടെ കൊണ്ടുവരികയാണ്. മെസ്സി ഇന്ത്യയിൽ വരുവാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ടേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും പ്രചരണവും ഒക്കെ ആയിരുന്നല്ലോ. അത് കേട്ടുകൊണ്ട് ഒരു പിണറായി വിജയൻ സർക്കാരും അതിന്റെ കൂടെ ഒരു സ്പോർട്സ് മന്ത്രിയും കൂടെ വലിഞ്ഞു. നാണം കെട്ടു, നാണക്കേടായി, ട്രോളായി. മെസ്സി ഇന്ത്യ വന്നായിരുന്നു, ഇയാൾ അറിഞ്ഞായിരുന്നോ? മെസ്സി ഇന്ത്യ വന്നായിരുന്നു. ഇപ്പൊ അയാളെ വായിക്കകത്ത് വല്ലം വെച്ച് തുറന്നു നോക്കണം മെസ്സിയുടെ കാര്യം. മെസ്സി എന്ന് പറയാൻ പോലും പുള്ളിക്ക് അറിയത്തില്ല. അപ്പൊ ഇതിനകത്ത് അറിയത്തില്ല. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ ഈ പറയുന്നത് പോലെ 24 ഇത് ചോദിച്ചാൽ അറിയാം. ആവശ്യമില്ലാതെ ആർക്കേലും വേണ്ടി നമ്മൾ ഈ പറയത്തില്ലേ, എന്തുവാണെന്ന് അറിയാൻ എന്ന സാധനത്തെ കയറി തുടരുന്നത്. ഇപ്പൊ നിങ്ങളെ എന്തിന്റെ കാര്യത്തിൽ മരം മുറിയോ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു മുറിയോ ഏതൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഈ ചില കാര്യത്തിനകത്തുനിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ഒക്കെ കൂടെ നിന്ന് കാര്യം പറയുവോ, അവരുടെ ഭാഗമായിട്ട് നിൽക്കുവോ, അവർക്ക് വേണ്ടപ്പെട്ട താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുകയോ ചെയ്യുക. പക്ഷെ അതിനെക്കാട്ടി നിങ്ങൾ കാണുന്നതിനെക്കാട്ടി വലിയ സാധനമാണ് ഈ പറയുന്ന BJPയും കേന്ദ്രവും ഒക്കെ. അവരാ ഈ ചാനൽ വേണോ വേണ്ട എന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇവിടെ ഒതുക്കാൻ പറ്റുന്ന കാര്യം തുറക്കാൻ പറ്റുന്ന ഏജൻസിയൊക്കെ അവിടെ ഉണ്ട്. അപ്പം ആവശ്യമില്ലാതെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആർക്കാണ്ട് വേണ്ടി എന്നും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഈ പറയുന്നത് പോലെ റിപ്പോർട്ടർ ചാനലങ്ങ് പൂട്ടിപ്പോവും. ഈ പറയുന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന മൊട്ടയറുണ്ട പണിയും പോവും. അപ്പൊ അതുകൊണ്ട് BJPയോട് വിരോധമുണ്ടെങ്കിൽ അത് പറയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ BJPക്കെതിരെ പറഞ്ഞാൽ ചാനൽ അങ്ങ് പൂട്ടിപ്പോവും, മൊട്ടയറുണ്ട പണിയും പോകും. ആവശ്യമുള്ള കാര്യങ്ങൾ പറയണം, കൃത്യമായ കാര്യങ്ങൾ പറയണം. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ബോധമുള്ളവർക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം നിങ്ങളുടെ ചാനൽ നിങ്ങൾ എന്തിനുപയോഗിക്കുന്നു എന്നുള്ള കാര്യം പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. അതിൽ DYSPയുടെ ബലാത്സംഗ കേസും അല്ലെങ്കിൽ മെസ്സിയുടെ കേസും നിങ്ങൾ ഓരോ ദിവസവും പറയുന്ന കേസും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും സാബു ജേക്കബ് 250 കോടി രൂപയ്ക്ക് കൊടുത്തത്. സാബു ജേക്കബ് പരസ്യമായിട്ട് വെല്ലുവിളിച്ച് മാധ്യമങ്ങളെ ഈവൻ റിപ്പോർട്ടറിനെ ഉൾപ്പെടെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞാൽ നാളെ തൊട്ട് നീ എൻ്റെ പേര് ചോടയുണ്ടെങ്കിൽ പറ, ഞാൻ കൊടുക്കാൻ പോവാം, തെളിവുണ്ടെങ്കിൽ പറ, ഞാൻ കൊടുക്കാൻ പോവാം. അയാൾ കൊണ്ട് കൊടുത്തല്ലോ. കോടതിയിൽ നിന്ന് തെളിവില്ലാതെ അല്ലെങ്കിൽ അയാളെപ്പറ്റി അനാവശ്യമായിട്ടുള്ള വാർത്തകൾ കൊടുക്കരുതെന്ന് പറയത്തില്ല. ഇപ്പം എന്താ പറയാത്തെ? അപ്പോൾ അതുപോലെ ചന്ദ്രശേഖരനെ പറ്റി പറഞ്ഞല്ലോ. അപ്പം പറയുന്നതിൽ സത്യം നുണ ലോകം ചുറ്റി വരുമ്പോഴത്തേന് സത്യം ചെരുപ്പിടത്തേ ഉള്ളെന്ന് പറയുന്നതൊക്കെ ഉള്ള കാര്യമാണ്. VD സതീശൻ്റെ ജാഥ പോലെ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ അവസ്ഥയും. അപ്പൊ ഏതായാലും വരട്ടെ. ആന്റോ അഗസ്റ്റിന് ഇതിനകത്തിരുന്ന് സംസാരിക്കാനുള്ള ഭാഗ്യം ദൈവം കൊടുക്കട്ടെ. പിന്നെ സംസാരം ഈ പറയുന്നത് പോലെ വൃത്തിയായാൽ കൃത്യമായാൽ ഒക്കെ ആന്റോ അഗസ്റ്റിനും റിപ്പോർട്ടർക്കും കൊള്ളാം.